ചങ്ങായിമാരെ പേടിക്കണ്ട, ബിഗ് ബോസിന്റെ കഥ പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷെ ബിഗ് ബോസിൽ ഇന്നലെ എന്നെയും നിങ്ങളെയും നമ്മുടെയൊക്കെ നിലപാടിനെ ചോദ്യം ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായി. സംഭവം വേറൊന്നുമല്ല, ആദില നൂറ ആദില കേരളത്തിലെ ഒരു ലെസ്ബിയൻ കപ്പിൾസുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ, വല്ലാത്തൊരു ഇഷ്യൂ അതിനുള്ളിൽ നടന്നു. അതിൽ തന്നെ ആ പരിപാടിയെ ബിഗ് ബോസ് ചെയ്ത് തീട്ടപ്പരിപാടിയാണ്. ആ തീട്ടപ്പരിപാടിയിൽ വേറൊരു മത്സരാർത്ഥിയായ ലക്ഷ്മി എന്ന് പേരുള്ള ഒരു കുട്ടി ഇവരെ പറ്റി ചില കാര്യങ്ങൾ പറഞ്ഞു. ഇവരെ വീട്ടിൽ കയറ്റാൻ പറ്റില്ല, ഇവരെ നാട്ടുകാർ അംഗീകരിക്കുന്നില്ല, ഇവരങ്ങനെയാണ് ഇങ്ങനെയാന്ന് അംഗീകരിക്കാൻ പറ്റുന്നുണ്ട്, അവളും അവരെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് കേട്ടപാട് കേരളത്തിലെ ബിഗ് ബോസ് ഒളികളുണ്ടല്ലോ, ബിഗ് ബോസിന്റെ അമ്മയെ പോലും അച്ഛനെ പോലും സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ അവള് പറഞ്ഞു, ലക്ഷ്മി എന്ത് വൃത്തികേടാണ് പറഞ്ഞത്, ആദിലയും നൂറയും അങ്ങനെ പറയാൻ പാടെന്ന് ആ പെൺകുട്ടിന്റെ മേത്ത് അങ്ങ് കേറി അടിക്കലാണ്. എന്നോട് വ്യക്തിപരമായിട്ട് നിങ്ങൾ ഈ നൂറയും ആദിലയും അംഗീകരിക്കുന്നുണ്ടോ ചോദിച്ചെങ്കിൽ ഞാൻ പറയാം, എനിക്ക് വ്യക്തിപരമായിട്ട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാല് എന്റെ വീട്ടിൽ ഒരു ലെസ്ബിയൻ ആയിട്ടുള്ള ഒരു ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗേ ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരെ അംഗീകരിക്കില്ല. ഞാൻ അവരെ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് പറഞ്ഞു മാറ്റാൻ നോക്കും. എന്റെ ഭരണഘടന എനിക്ക് തരുന്നൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ല, ആ സ്വാതന്ത്ര്യം വെച്ച് എങ്ങനെയൊക്കെ അവരെ മാറ്റാൻ പറ്റുമോ, അതിപ്പോ ചികിത്സിച്ചിട്ടാണോ, അല്ലെങ്കിൽ പറഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ കുറച്ച് ആർഷായിട്ട് പറഞ്ഞിട്ടാണോ, എങ്ങനെയെങ്കിലും അവരെ ഞാൻ അതിൽ നിന്ന് മാറ്റാൻ വേണ്ടി ശ്രമിക്കും. എന്റെ മനസ്സേതായാലും ഇപ്പത്തെ ആൾക്കാർ പറയുന്ന പോലെ അത്രമാത്രം പുരോഗമിച്ചിട്ടൊന്നുമില്ല. ഏതെങ്കിലും ഒരു കാലത്ത് അങ്ങനെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴും വേണമെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ അത്രമാത്രം എന്റെ മനസ്സ് പുരോഗമിക്കുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. അതുകൊണ്ട് തന്നെ അത്രമാത്രം എന്റെ മനസ്സ് പുരോഗമിക്കാത്തത് കൊണ്ട് തന്നെ ആദിലയും നൂറ എന്ന് പറഞ്ഞ ലെസ്ബിയൻസിനെ എനിക്ക് അംഗീകരിക്കാൻ പറ്റൂല. പക്ഷെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ബിഗ് ബോസിന്റെ പുറത്ത് ബിഗ് ബോസ് ഒളികളായ ഒരുപാട് യൂട്യൂബുകാരുണ്ടല്ലോ, അവരിരുന്ന് ആദില നൂറേനെ വെളുപ്പിക്കുകയും ആ ലക്ഷ്മി എന്ന് പറഞ്ഞ ആ പെൺകുട്ടിനെ വല്ലാണ്ട് എതിർക്കുന്നുണ്ട്. ആ ലക്ഷ്മി എന്ന് പറഞ്ഞ പെൺകുട്ടി അതിൽ പറഞ്ഞ മൊത്തം കാര്യത്തിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ലേ. അവർ പറഞ്ഞതിൽ കുറച്ച് തെറ്റൊക്കെ ഉണ്ട്. അതായത് ഈ നൂറ ആദിലും ജോലിക്ക് പോകുന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവർ ജോലിയെല്ലാം ചെയ്യുന്ന ആൾക്കാരാണ്, അതിനൊന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല. പക്ഷെ അതിൽ ബാക്കി പറഞ്ഞത് അവരെ ഉപ്പയും ഉമ്മയും അവരെ അംഗീകരിക്കുന്നില്ല, അവരെ വീട്ടുകാർ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞതിൽ ഉള്ളതാണ്. അത് ആർക്കായാലും അംഗീകരിക്കാൻ കഴിയില്ല. ഇപ്പൊ ഈ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ടീമുണ്ടല്ലോ, ബിഗ് ബോസിലെ ഈ ആദില നൂറേനല്ലോ, അവരുടെ വീട്ടിലാണ് ഇങ്ങനെ ഒരാൾ ഉണ്ടായതെങ്കിൽ, ഒരു ലെസ്ബിയൻ ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗേയിലേക്ക് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെന്താ ചെയ്യുക? ഫാസ്റ്റ് ഈ ലോകത്ത് ഭൂകമ്പം, അവരെ വീട്ടിൽ ഭൂകമ്പം ഉണ്ടാക്കുന്നത് ഇപ്പൊ ഈ ആദിലിനെയും നൂറിനെയും സപ്പോർട്ട് ചെയ്യുന്ന ടീമായിരിക്കും. ഇറങ്ങി പോണവര് ലോകത്തില്ലാത്ത കുഴപ്പം വെച്ചുണ്ടാക്കുന്ന ഈ ഊളകളാണ് ഇപ്പൊ ആദില നൂറ എന്ന് പറഞ്ഞ ഈ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെ സീക്രട്ട് ആണെന്നില്ലേ, നമ്മളെ സായാണ് സീക്രട്ട് ഏജന്റ് വന്നിട്ട് നമ്മൾ ആദിലിനെയും നൂറിനെ അങ്ങ് വെളുപ്പിക്കലിന്റെ ഇടക്കിടില്ല. ഈ ആദില നൂറ ടീമിനെ എതിർക്കുന്നവരെയൊക്കെ എന്തൊക്കെയോ അണ്ണൻ പറയുന്നുണ്ട്. അണ്ണന്റെ ഒരു കാര്യമുണ്ട്, അണ്ണൻ ആരെ വേണമെങ്കിൽ എതിർക്കാം, ആരെ വേണമെങ്കിലും ഒന്നും പറയാം. പക്ഷെ അണ്ണനെ ആരെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ ആ വിമർശിക്കുന്നവർക്ക് നിലപാടില്ല എന്ന് അണ്ണൻ പറയും. അണ്ണന് മാത്രമേ നിലപാടുള്ളൂ, പക്ഷെ അണ്ണനെ വിമർശിക്കുന്ന നിലപാടില്ല എന്ന് പറയും. അങ്ങനെ അണ്ണൻ ആ ആദില നൂറ ടീമിനെ വിമർശിക്കുന്ന എല്ലാരെയും ഒരു തെറിവിളി. അവരെല്ലാം വെറും പൊട്ടന്മാരാണ്, പുരോഗമന ചിന്താഗതി ഇല്ലാത്ത ആൾക്കാരാന്നെല്ലാം പറഞ്ഞു. ഈ പറയുന്നതിൽ അണ്ണൻ തന്നെ പറയുന്നുണ്ട് അണ്ണൻ അത്രമാത്രം പുരോഗമിച്ചിട്ടില്ല എന്ന്. അതായത് ആദില നൂറേനെ സപ്പോർട്ട് ചെയ്യും, പക്ഷെ അണ്ണന്റെ വീട്ടിൽ ആദില നൂറേനെ പോലത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അണ്ണൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. അണ്ണൻ അങ്ങനെ ഒരാളുടെ വീട്ടിൽ പൂട്ടിയിടും, മരിക്കുന്നവരെ വീട്ടിൽ പൂട്ടിയിടും. പക്ഷെ അണ്ണൻ പുറത്ത് ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം നല്ലോണം സപ്പോർട്ട് ചെയ്യും. അതാണ് അതിനകത്ത് പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും അണ്ണന്റെ കുട്ടികൾ ആരാടാ തൊട്ടേന്ന് വെച്ചാൽ ആദിലിനെയും നൂറേയും അണ്ണന്റെ കുട്ടികളെ ഏറ്റെടുത്ത് ആ കുട്ടികൾ ആരാടാ തൊട്ടേന്നും പറ്റ അണ്ണനെയും വീഡിയോ ചെയ്ത് നമുക്ക് അണ്ണൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കിട്ടുവരല്ലേ. സീസൺ 7 എപ്പിസോഡ് നമ്പർ 38. തുടക്കം തന്നെ UK ലക്ഷ്മിയോടാണ്. എന്റെ പിള്ളേരെ തൊടുന്നോടി. അല്ല, എന്താണ് ഈ UK ലക്ഷ്മിയുടെ വിചാരം എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഏത് കോലത്തെ തമ്പുരാട്ടിയാണാവോ ഈ മുതല്? അല്ല, ഇവളെ ആരാ ഇവള്? ബിഗ് ബോസിന്റെ അമ്മായിയോ? അമ്മായി ലക്ഷ്മി ഇറങ്ങിപ്പോന്നിരിക്കുക. ഇനി പറയാൻ പറ്റില്ല. അഭിഷേകം കണ്ട് ബിഗ് ബോസ് വീട്ടിനകത്ത് കാല് കുത്തിയപ്പോ ഐ ആം ചാർജ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചാർജ് ആയതാണോ UK ലക്ഷ്മി? വേട്ടല്ലത്തരം വിളിച്ചു പറയുന്നത് ബിഗ് ബോസ് ഹൗസിനകത്ത് ഇരുന്നിട്ട്. അല്ല, ഇവിടെ പ്രൊഫൈൽ ഞാനൊന്ന് പോയി നോക്കി ഇൻസ്റ്റാഗ്രാമിനകത്ത്. ഞാൻ ഇത്രയും നേരം ഈ സാധനത്തിന്റെ പ്രൊഫൈൽ ഒന്നും കയറി നോക്കിയിട്ടുണ്ടായിരുന്നില്ല, ഇന്നൊന്ന് കയറി നോക്കി. ആദ്യം തന്നെ ആ ഒരു കഥ പറഞ്ഞപ്പോ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സാധനം, പാരന്റ്സിന്റെ സാധനം, വീട്ടുകാരെ കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതീവ ഭീകര പ്രയത്നം ചെയ്തതിന്റെ കഥയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് ഒരു ബേസിക് ഹ്യൂമന്റെ ഇമോഷൻസ്. ഓക്കെ, ഇത് തന്നെയാണ് ആദിലേക്കും നൂറയ്ക്കും. മനസ്സിലായില്ലേ? അവരെ ആക്സെപ്റ്റ് ചെയ്യാത്ത അവരുടെ ഫാമിലി ആൻഡ് കുറെ ട്രോമാസ് വേറെ. ആ കുട്ടികൾ അനുഭവിച്ചൊന്നും നീ അനുഭവിച്ചൊന്നും ഒരേ സാധനമാണ്. പിന്നെ പുറത്ത് നിന്നെ താങ്ങി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ വേറെ ടീംസ് ഉണ്ട്. ഓക്കെ, അതിന്റെ ഒരു കടിമൂത്തിട്ടാണ് അമ്മായി അവിടെ ഇരുന്നിട്ട് ഈ ചിലക്കിനെന്നുണ്ടെങ്കിൽ കൂട്ടിയാ കൂടുന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല. കാരണം അമ്മ അതിൽ കടലത്തരാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായ? ഇനി ഇതും പൊക്കിപ്പിടിച്ച് വന്ന് മാസാക്കി സ്റ്റോറി ഇട്ട് പോകുന്ന കുറെ പിന്നാര മക്കൾ കാണും.
അമ്മമാരോടൊക്കെ ഒന്നും പറയാനില്ല. ഞാൻ പണ്ടേ നടുവരിലോണ്ട് നമസ്കാരം പറഞ്ഞ ടീമുകളാണ്. എനിക്ക് താല്പര്യമില്ലോടി, മനസ്സിലായോ? ഞാനൊരു പ്രോഗ്രസീവ് ഒന്നുമല്ല. പക്ഷെ 2 ഹ്യൂമൻ ബീങ്സ് അവർ വന്ന സഫറിങ്, അവരുടെ ഒരു ഇമോഷൻസിനെ മൂത്ത വർത്താനം പറഞ്ഞ ഈ UK ലക്ഷ്മിക്ക് ഇത്രയെങ്കിലും എന്നെ കൊണ്ട് പറയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ കീപ്പ് ചെയ്യുന്ന എന്റെ ആദർശങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെറുതെ ആയിപ്പോവും. ഈ ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങൾ ഞാനിവിടെ ആദ്യം നിങ്ങൾക്ക് വെക്കാം, എന്നിട്ട് നമുക്ക് എപ്പിസോഡിലേക്ക് പോവാം. എനിക്ക് ലക്ഷ്മിനെ കുറിച്ച് പറയണം. സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ ഇവൾമാർക്കൊന്നും പറ്റത്തില്ല. അതിന് സപ്പോർട്ട് നിന്നിട്ട് അവരുടെ സപ്പോർട്ട് വാങ്ങിച്ചു നിൽക്കാൻ എനിക്കത്ര ഉറപ്പില്ലായ്മയില്ല. അയ്യോ, ജോലി ചെയ്തത് തന്നെ തന്നെ നിൽക്കുന്ന 2 പേരും റെസ്പെക്ട് ചെയ്തത് അങ്ങനെ നിൽക്കുന്നവരല്ല. വീട്ടിലോട്ട് പോലും കേട്ടത്തോളമാരാ. അയ്യോ, എന്നിട്ട് അവരുടെ സപ്പോർട്ടിന് വേണ്ടി കിടന്നു. എന്തായാലും ഒരു കാര്യം പറയാം, ലക്ഷ്മിയുടെ പോലത്തെ ഒരു ഐറ്റത്തിന് ഞാൻ എന്റെ വീട്ടിൽ കേട്ടില്ല. കണക്ക് പുറത്തുനിന്ന് പറയും, മനസ്സിലായോ? അതാണ് ലക്ഷ്മിയുടെ സ്റ്റാൻഡേർഡ്. ഞാൻ ആദ്യം ഈ സാധനം കയറി വന്നപ്പോൾ വിചാരിച്ച് ഒരു ബോസി ടൈപ്പ് അത്യാവശ്യം ക്യാരക്ടറുള്ള മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ലേഡി ആയിരിക്കും എന്നുള്ളത്. ഇത്രയും തരം താന്ന ഈ വേസ്റ്റ് കൂമ്പാര ചിന്താഗതിയുള്ള വെറും 3rd rate ലോ ക്ലാസ് ആണ് ഈ എന്നുള്ളത് അറിഞ്ഞില്ല മോളെ, മനസ്സിലായോ? എന്തെന്നൊക്കെയാ വിളിച്ചു പറയുന്നത്? ഒരാള് വീട്ടിൽ കയറ്റാത്ത, സ്വന്തം വീട്ടിൽ കയറാൻ പറ്റാത്ത സൊസൈറ്റിയിലെ ആക്സെപ്റ്റൻസ് വരാനാണ് അവരോട് വന്ന് നിൽക്കുന്നത്. അണ്ണൻ ആദ്യം തന്നെ ഈ വീഡിയോ തുടങ്ങുമ്പോൾ പറഞ്ഞത് ലക്ഷ്മി എന്ന് പറയുന്ന ആ പെൺകുട്ടി ഈ ആദിലിനെയും നൂറിനെയും മോശമായിട്ട് പറഞ്ഞു തന്നു. എന്നിട്ട് ഈ അണ്ണൻ ചെയ്ത വീഡിയോ കണ്ടില്ല, ആ എതിർത്ത് സംസാരിച്ച ആദിലിനെയും നൂറിനെയും എതിർത്ത് സംസാരിച്ച ആ ലക്ഷ്മി എന്ന് പറയുന്ന പെൺകുട്ടിനെ പറ്റി എന്തൊക്കെ വേണ്ടാതിനങ്ങളാണ് ഈ സീക്രട്ട് അണ്ണൻ എന്ന് പറയുന്ന നിലപാടിന്റെ രാജകുമാരൻ പറയുന്നത് കേട്ടു നോക്കട്ടെ. അതായത് അണ്ണൻ ഇപ്പൊ ആദിലിനെയും നൂറിനെയും സപ്പോർട്ട് ചെയ്യുന്നു. ആ അണ്ണൻ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ നേരെ വിപരീതമായിട്ട് ലക്ഷ്മിക്ക് അവർ എതിർക്കാനുള്ള അവകാശമുണ്ട്. അത് നമ്മളെ ഭരണഘടനയിൽ പറയുന്ന സംഭവം തന്നെയല്ലേ. പിന്നെ സീക്രട്ട് അണ്ണന്റെ ചില നിലപാടുകളുണ്ട്. ആ നിലപാടുകളുണ്ടല്ല കാറ്റിനനുസരിച്ച് തൂറ്റിറങ്ങും. എങ്ങോട്ടാണോ കാറ്റ് അതിനനുസരിച്ച് തൂറ്റുക. ഈ ആദിലൊക്കെ നൂറൊക്കെ ഇപ്പൊ നല്ല സപ്പോർട്ട് വന്നുകൊണ്ട് അണ്ണൻ എന്താക്കി നേരെ അവരെ സപ്പോർട്ട് ചെയ്ത് നേരെ ലക്ഷ്മിക്കാന്ന് സപ്പോർട്ടെങ്കിൽ അണ്ണൻ നേരെ ഉൾട്ടയടിക്കും, ലക്ഷ്മിന്റെ ഭാഗത്തേക്ക് തൂറ്റും. ഇപ്പൊ ആദിനി നൂറിന്റെ ഭാഗത്ത് തൂറ്റുന്നത് നേരെ ലക്ഷ്മിന്റെ ഭാഗത്തേക്ക് തൂറ്റും. അതാണ് സീക്രട്ട് അണ്ണൻ. ഞാൻ ഒരു കാര്യമേ പറയുന്നുള്ളൂ, ഈ സീക്രട്ട് അണ്ണനെ പോലെ ആദിലക്ക് നൂറക്കും വേണ്ടി ജയ് വിളിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പൊ ബിഗ് ബോസ് എന്ന് പറഞ്ഞ തീട്ട പരിപാടി കണ്ട ശേഷം ഉണ്ടായിട്ടുണ്ട്. അവരോടൊക്കെ ഒരൊറ്റ ചോദ്യം, നിങ്ങളെ വീട്ടിൽ ഒരു ആദിലിയോ നൂറയോ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ അവരെ അംഗീകരിക്കുമോ? ഈ സീക്രട്ട് ഏജന്റിനോട് കൂടിയാണ് കേട്ടോ നിന്റെ വീട്ടിൽ ഏതെങ്കിലും ഒരു ആദിലിനെയും നൂറിനെയും പോലത്തെ അല്ലെങ്കിൽ വേറൊരു ഗേ സ്വഭാവമുള്ള ഒരാൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നീ അവരെ അന്നേരം തന്നെ കെട്ടിപ്പിടിച്ചിട്ട് വെൽഡൺ എന്നാണോ പറയോ, അല്ലെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കൂ. അവർക്ക് നിങ്ങൾ ചികിത്സ കൊടുക്കാൻ പറ്റുമെങ്കിൽ ആ ചികിത്സ കൊടുക്കാൻ നോക്കൂ. എങ്ങനെയായിരിക്കും നിങ്ങളൊക്കെ ചെയ്യുന്നത്? നിങ്ങൾ വേഗം കെട്ടിപ്പിടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ ചിന്താഗതി സൂപ്പർ, നിങ്ങളുടെ നിലപാട് സൂപ്പർ. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യൂലെന്ന് ഈ സീക്രട്ട് ഏജന്റ് എന്നല്ല ഇപ്പൊ ആദിലൊക്കെ നൂറക്കം വേണ്ടി ജയ് വിളിക്കുന്ന ഈ ടീം, ഇപ്പൊ ആദിലിനെയും നൂറയും അംഗീകരിക്കുന്ന ആ ടീം, അവരെ വീട്ടിൽ ഒരു ആദില നൂറ ഉണ്ടായാൽ അതിനെ ശക്തമായി പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്നവരാണ് ഈ ബിഗ് ബോസിൽ ഇന്ന് ആദിലയും നൂറയും സപ്പോർട്ട് ചെയ്യുന്നത്. ഈ പുരോഗമന ചിന്താഗതി എന്ന് പറഞ്ഞത് വസ്ത്രമില്ലാതെ നടക്കലും ഒരു പാർക്കിലോ അല്ലെങ്കിൽ ഒരു പൊതുസ്ഥലത്തോ ഇരുന്നിട്ട് എന്തും ഒരാണും പെണ്ണിനും കാണിച്ചു കൂട്ടാൻ പറ്റുന്ന എന്ത് വൃത്തികേടും കാണിച്ചു കൂട്ടുന്നതാണ് പുരോഗമന ചിന്താഗതിയെങ്കിൽ ഇതുപോലുള്ള എന്ത് കാര്യങ്ങൾ ചെയ്താലും അതിനെയൊക്കെ അങ്ങനെ സപ്പോർട്ട് ചെയ്യലാണ് പുരോഗമന ചിന്താഗതിയെങ്കിൽ അത്രമാത്രം എന്റെ മനസ്സ് പുരോഗമിച്ചിട്ടില്ല, അതൊരിക്കലും പുരോഗമിക്കുകയില്ല. പുരോഗമന ചിന്താഗതി എന്ന് പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ആദ്യം അവനവന്റെ മനസ്സ് പുരോഗമിക്കുക എന്നുള്ളതാണ്. ആരെങ്കിലും ഒരാൾ വീണ് കിടന്നാലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് സുഖമില്ലെന്ന് കേട്ടാലോ അത് എന്റെ അസുഖമായി എനിക്ക് ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് ഓടിച്ചെന്നെത്തുന്ന അത്രമാത്രം മനസ്സ് വികസിക്കുന്ന അത്രമാത്രം മനസ്സ് പുരോഗമിക്കുന്ന ഒരു ചിന്താഗതി ഉണ്ടാകുക എന്നുള്ളതാണ് പുരോഗമന ചിന്താഗതി എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അങ്ങനെ വീണ് കിടക്കുന്നവന്റെ മതമോ ജാതിയോ അവന്റെ പാർട്ടിയോ ഒരിക്കലും നോക്കാത്തത്ര മനസ്സ് പുരോഗമിക്കുന്ന അത്രമാത്രം നല്ല മനസ്സുള്ള അത്രമാത്രം പുരോഗമനമുള്ള മനസ്സുള്ള ആൾക്കാർ ഉണ്ടാവുക എന്നുള്ളതാണ് പുരോഗമന ചിന്താഗതി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയുന്നു, നിങ്ങൾക്ക് എത്രമാത്രം ആദില നൂറ എന്ന് പറയുന്ന ആൾക്കാരെ അംഗീകരിക്കാൻ പറ്റുമോ അത്രമാത്രം എനിക്ക് അംഗീകരിക്കാതിരിക്കാനും പറ്റും. നിങ്ങൾക്ക് എത്രമാത്രം അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എനിക്ക് അത്രമാത്രം അവരെ വിമർശിക്കാനും പറ്റും. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്നവരിൽ പലർക്കും എന്നോട് ഈ കാര്യത്തിൽ വിമർശനം ഉണ്ടാകാം, സപ്പോർട്ട് ഉണ്ടാകാം. പക്ഷെ ഞാൻ എന്റെ കാര്യം പറഞ്ഞു, എന്റെ ചിന്താഗതി പറഞ്ഞു. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.